ഇവിടെ ധനവലഞ്ഞനുമായിട്ട് വളരെ ദീർഘകാലമായ ഒരു അടുപ്പവും സൗഹൃദവും ഉണ്ടായിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ചാലക്കുടി പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടം മുതൽ കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന ചാലക്കുടി പാർലമെന്റിന്റെ അംഗമായി പ്രവർത്തിച്ച കാലം മുതൽ അദ്ദേഹവുമായി അടുത്ത് പെരുമാറാനും ഇടപെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രചരണത്തിൻ്റെയൊക്കെ ഭാഗമായി മുഴുവൻ സമയം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും 1-2 പരിപാടികളിൽ ഒരു റിട്ടയർമെന്റ് പരിപാടിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട മകൻ്റെ ഒരു ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം നേരിൽ തന്നെ ഫോണിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. പങ്കെടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ വളരെ പെട്ടെന്നാണെന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയുന്നത്. വളരെ സൗമ്യമായി പെരുമാറുകയും വളരെ സൗമ്യതയോടുകൂടി എല്ലാവരോടും ഇടപെടുകയും ചെയ്യുന്ന, ആരോടും ക്ഷോഭിക്കാത്ത ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെ. ആ പെരുമാറ്റ രീതിയൊക്കെ തന്നെ വളരെ പാഠമാക്കാവുന്ന ഒന്ന് തന്നെയാണ്. ജനങ്ങളോട് പെരുമാറുന്നതിലും ഇടപെടുന്നതിലൊക്കെ തന്നെ ഒരു സൗമ്യമായ പെരുമാറ്റം എങ്ങനെ ഉണ്ടാകുന്നതെന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ പാഠമാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ച സമയത്തൊക്കെ തന്നെ മുഴുവൻ സമയവും പ്രവർത്തിക്കുകയും എല്ലാ ഘട്ടങ്ങളിലും ജനങ്ങൾക്കിടയിലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ ജനകീയനായ ഒരു MP ആയിരുന്നു. ചാലക്കുടി പാർലമെന്റിനെ സംബന്ധിച്ച് വളരെ ജനകീയനായ ഒരു MP കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ എല്ലാവിധ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്.